കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തിയായി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അറിയപ്പെടുന്നു. മുതലാളിത്തത്തിൻ്റെ ആരാധകനാണെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടി ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രീ സന്തോഷിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തെ പ്ലാനിംഗ് ബോർഡ് അംഗമായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നുമാത്രമല്ല, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സന്തോഷ് ജോർജ് കുളങ്ങരയെ ക്ഷണിച്ചു വരുത്തി സംസ്ഥാനത്തിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ പുരോഗമനത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏഷ്യയിലും യൂറോപ്പിലുമുള്ള പല രാജ്യങ്ങളും കമ്മ്യൂണിസം ഉപേക്ഷിക്കുകയും മുതലാളിത്തം സ്വീകരിക്കുകയും ചെയ്തത് വഴി വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര നേരിട്ട് പോയി നിരീക്ഷിക്കുകയും നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ ശ്രീ സന്തോഷ് ഒരു സഞ്ചാരി മാത്രമല്ല, ടെലിവിഷൻ പ്രൊഡ്യൂസറും സ്കൂൾ ഗൈഡ് പ്രസാധകനുമാണ്. സഫാരി ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ലാഭേച്ഛയില്ലാതെ വിജ്ഞാനപ്രദമായ ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് ഗൈഡുകൾ പ്രസിദ്ധീകരിക്കുന്ന ലൈബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. 130ഓളം രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ട്രാവൽ ഡോക്യുമെൻ്ററിയായ സഞ്ചാരം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദം നേടുവാൻ പറ്റി. അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശിക്കുകയും അവിടുത്തെ സംസ്കാരവും ജീവിതശൈലിയും മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഉയർന്ന സാങ്കേതിക മേന്മയുള്ള ഡോക്യുമെൻ്ററികളാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടാക്കുന്നത്. വിർജിൻ ഗാലക്റ്റിക് എന്ന കമ്പനി ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ ശ്രീ സന്തോഷും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് എന്ന കോഴ്സ് പൂർത്തിയാക്കുകയുണ്ടായി. ചന്ദ്രയാൻ എന്ന ഇംഗ്ലീഷ് സിനിമ അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ എക്സ്പെഡിഷൻ്റെ കഥയാണ് ചന്ദ്രയാൻ എന്ന സിനിമയിൽ പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം സന്തോഷ് ജോർജ് കുളങ്ങരയെ ന്യൂഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പം കോട്ടയം മരങ്ങാട്ടുപള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ഏഷ്യ ടെലിവിഷൻ അവാർഡും KR നാരായണൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അനേകം പുസ്തകങ്ങളും ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര രചിച്ചിട്ടുണ്ട്. നടാഷയുടെ വർണ്ണ ബലൂണുകൾ, ഒരു റാബിയുടെ ചുംബനങ്ങൾ, സീറോ ഗ്രാവിറ്റി, ബാൾട്ടിക് ഡയറി, സ്പേസിലേക്കൊരു ട്രെയിൻ യാത്ര എന്നിവ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ്. അതിനു പുറമെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള കേരളൈസം എന്നൊരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാശ്ചാത്യ മാതൃകയിലുള്ള മുതലാളിസവും ടൂറിസം വികസനവും കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ വമ്പിച്ച സമ്പൽ സമൃദ്ധി ഈ സംസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിയുമെന്ന് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പലതവണ ചൂണ്ടിക്കാണിക്കുക ഉണ്ടായെങ്കിലും കേരളത്തിലെ ഇടത് സർക്കാരോ വലത് സർക്കാരോ അവ നടപ്പാക്കുന്നതിൽ യാതൊരു താല്പര്യവും ഇതുവരെ കാണിച്ചിട്ടില്ല.